എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ റൂബി ജൂബിലി പെരുന്നാൾ പ്രധാന ആരാധനയിൽ പങ്കെടുക്കുവാൻ ഇടയായത്. വികാരി അച്ഛൻ, സ്നേഹമുള്ള മാക്സിഞ്ഞോണച്ചൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഇതിനു വേണ്ടി ഉള്ള ഒരുക്കത്തിലായിരുന്നു. ഈ സഭ, ഈ ദേവാലയം ഇവിടെ സ്ഥാപിതമായതിൻ്റെ 40 വർഷമാണ് നമ്മൾ കൊണ്ടാടുന്നത്. അതിനു മുമ്പ് ഇവിടെ പ്രാർത്ഥനകളും ആരാധനകളും നടന്നിരുന്നു. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൽ അത് ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പിന്നീട് നമുക്കിവിടെ ഒരു ആലയം പണിവാനായിട്ട് ദൈവം സർവശക്തനായ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ 40 വർഷം കൊണ്ട് നമ്മൾ വളരെയധികം പുരോഗതി പ്രാപിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഒന്നാമത്തെ പുരോഗതി എന്ന് പറയുന്നത് നമ്മൾ അന്നുണ്ടായിരുന്നതിനേക്കാൾ ധാരാളം കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്, ജനങ്ങളിപ്പോൾ ഉണ്ട് എന്നുള്ളത് തന്നെ. അതോടൊപ്പം ആലയവും കാലാനുസൃതമായി അത് വിപുലീകരിക്കുവാനും മനോഹരമാക്കി തീർക്കുവാനും ദൈവം നമുക്ക് സഹായിച്ചു. ഈ മനോഹരമായ ഈ സമതല പ്രദേശത്ത് ഈ സ്റ്റേറ്റ് ഹൈവേയുടെ ഓരത്ത് മറ്റ് പ്രത്യേകമായ മറവുകളൊന്നുമില്ലാതെ എല്ലാവർക്കും കാണാൻ പാകത്തിന് ഈ സഭ സെൻറ് ആൻഡ്രൂസ് CSI ഇടവക ദേവാലയം ഉയർന്നു നിൽക്കുന്നു. പുറകോട്ടുള്ള ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഹെൻറി ബേക്കർ ജൂനിയർ ആദ്യമായി ഈ പ്രദേശത്ത് വന്ന് കർത്താവിൻ്റെ വേല ആരംഭിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോട് സുവിശേഷം പറഞ്ഞത് ഇരുമാപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇരുമാപ്ര ദേവാലയത്തിൻ്റെ, സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൻ്റെ അടിവാരത്ത് സെൻറ് ആൻഡ്രൂസ് ദേവാലയം സ്ഥാപിതമായി. നൂറ്റാണ്ടിന് ശേഷം എന്ന് നമുക്ക് പറയാം. പത്രോസ് അപ്പോസ്തലൻ്റെ നാമത്തിൽ സ്ഥാപിച്ച ദേവാലയവും അതിനോട് ചേർന്ന് താഴെ സഹോദരൻ അന്ത്രയോസിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ദേവാലയം. ഇരുമാപ്ര ഇടവകയുടെ ഉപസഭയായും ഇത് കുറേ നാൾ ഉണ്ടായിരുന്നു. ഇരുമാപ്ര ഇടവകയുടെ ഉപസഭകളാണ് ഈ പ്രദേശത്തുള്ള എല്ലാ സഭകളും പിന്നീട് അത് വളർച്ച പ്രാപിച്ചു. സാധാരണ ആൾക്കാർക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇരുമാപ്ര ദേവാലയം ആ മലയുടെ മുകളിൽ സ്ഥാപിതമായത്? കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ മറ്റ് ഡയസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ പോകാൻ പറ്റുമോ, അവിടെ വണ്ടി ചെല്ലുമോ എന്നൊക്കെയാണ് ചോദ്യം. ഞാൻ അതിൻ്റെ ചരിത്രം ചെറുതായിട്ട് അവരോട് പറയുണ്ടായി. ആ സഭ അവിടെ സ്ഥാപിതമായപ്പോൾ അത് ഇരുമാപ്ര ഇടവകയുടെ മധ്യഭാഗമായിരുന്നു, സെൻറ്ററായിരുന്നു. അതായത് ഈ പ്രദേശം ഇരുമാപ്ര മറ്റും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം ആ ഇടവകയുടെ ഭാഗമായിരുന്നു. അവിടുന്ന് അങ്ങോട്ടും ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അന്ന് ആ സ്പോട്ടെന്ന് പറയുന്ന, ആ സ്ഥലമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സെൻറ്ററായിരുന്നു. അതുകൊണ്ടാണ് ആ ദേവാലയം അവിടെ വന്നത്. പിന്നെ ഓരോരോ സ്ഥലങ്ങൾ ഇടവകയായി, ഉപസഭയായി, ഇടവകയായി തിരിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് അങ്ങനെ നമുക്ക് തോന്നും എന്ന് പറയുണ്ടായി. ദൈവം നമ്മെ അത്ഭുതമായി വഴി നടത്തുന്നു. 175 വർഷം നമ്മുടെ മാതൃ ഇടവക അതിൻ്റെ ജൂബിലിയിലേക്ക് ഒരുങ്ങുകയാണ്. നമ്മൾ 10 വർഷം കൂടെ കഴിയുമ്പോൾ നമ്മൾ 50ാം ജൂബിലി അല്ലെങ്കിൽ രജത ജൂബിലിയിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഗോൾഡൻ ജൂബിലിയിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഇത് 40ാം വർഷമാണ്. 40 വർഷത്തിന് എന്തെങ്കിലും ജൂബിലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ഇല്ല അടിസ്ഥാനം. പക്ഷേ റൂബി ജൂബിലി എന്നാണ് പറയുന്നത്. ഓരോ വർഷങ്ങളും അതിന് ജൂബിലി ചേർന്ന് നമ്മൾ പറയുമ്പോൾ എല്ലാം പ്രത്യേകമായി ജൂബിലികൾ കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ 50 വർഷം ജൂബിലിയാണ് പ്രധാനമായിട്ടും ജൂബിലിയായിട്ട് കൊണ്ടാടുന്നത്. 50 വർഷം കഴിഞ്ഞാൽ പിന്നെ 1 എന്നാണ് തുടങ്ങുന്നത്. 51 എന്നല്ല തുടങ്ങുന്നത്, 1 എന്നും പറഞ്ഞ് പിന്നെയും തുടങ്ങുകയാണ്. അങ്ങനെ 50 വർഷമുള്ള ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അവരുടെ
ഇസ്രായേൽ സഭയുടെ ചരിത്രം രേഖപ്പെടുത്തുന്നു. ഓരോ 50 വർഷത്തിന് ശേഷവും ഒന്നേന്ന് തുടങ്ങണം. പുറകോട്ട് പോകണം എന്നാണ് അർത്ഥം. പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നില്ല അർത്ഥം അല്ല, ഒറിജിനൽ ആ ദൈവത്തിൻ്റെ ഭരണക്രമത്തിലേക്ക് തിരികെ പോകണം എന്നാണ് എൻ്റെ അർത്ഥം. ഏതെങ്കിലും തരത്തിലുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും വീഴ്ചകൾ അല്ലെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി ആദ്യത്തെ സ്റ്റേജിലേക്ക് തിരികെ പോകുന്നതിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഒന്നേന്ന് തുടങ്ങി 49-ഉം 49-ന് ശേഷം വരുന്ന വർഷം ജൂബിലി വർഷമായിട്ട് കൊണ്ടാടണം എന്ന് പറഞ്ഞു. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ലേവ്യ 25:10. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ചു ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരം ആയിരിക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരം ആയിരിക്കണം. 50 എന്നുള്ളത് വിട്ടേക്കുക, യോബേൽ സംവത്സരം എന്നുള്ളത് നമുക്ക് അതിനെ ആസ്പദമാക്കി ചിന്തിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അങ്ങുടന്ന് ഭാഗ്യവും പദവിയും തന്ന കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, പ്രത്യേകിച്ച് ഇടവകയുടെ മേൽ ചൊരിഞ്ഞതായ എണ്ണമറ്റ നന്മകൾക്കായി നന്ദിയുടെ സ്തോത്രം. അതോർത്ത് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് അടികളെ പ്രാപ്തരാക്കണം. അല്പസമയം ഞങ്ങളുടെ വചനത്തിൽ നിന്ന് ധ്യാനിക്കട്ടെ. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്നപ്പുറമായി അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രമെടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. അത്രയും ബഹുമാനമുള്ള ഇരുമാപ്ര സഭാ ജില്ലാ ചെയർമാൻ സ്നേഹമുള്ള ജെയിംസ് പി മാമനച്ചൻ, വികാരിയച്ചൻ സ്നേഹമുള്ള മാക്സിൻ ജോണച്ചൻ, എത്രയും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർ, ശുശ്രൂഷകർ, ബഹുമാനരായ സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസീസ് കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പയാരച്ചൻ, സഭാ മക്കൾ എല്ലാവരുമേ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കായിക സംഘ അംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. 40 വർഷത്തെക്കുറിച്ച് 40-നെക്കുറിച്ച് പല പരാമർശങ്ങളും വേദപുസ്തകത്തിലുണ്ട്. അത് ഒരു 40 കണക്കാക്കുന്നത് മോശയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. മോശ 40-ാം വയസ്സ് വരെ ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നുവെന്നും പിന്നത്തെ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നുവെന്നും പിന്നീടുള്ള 40 വർഷം മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളെ നടത്തിയെന്നും ഉള്ള 120 വയസ്സുള്ളപ്പോൾ മോശ മരിച്ചു. വളരെ കൃത്യമായിട്ട് 40 വർഷങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 40 എന്നുള്ള ഒരു സംഖ്യ. പിന്നെ ധാരാളം 40-മായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് 40 നാൾ യേശു മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നതിന് ശേഷം ഈ ഭൂമിയിൽ സഞ്ചരിച്ചു എന്ന് ഒരു 40 എന്നുള്ളൊരു സംഖ്യ പറയുന്നുണ്ട്. മറ്റൊരു രസകരമായ ചരിത്രമായ ഒരു കാര്യം, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ നടന്ന 40 വർഷത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. ആ പരാമർശപ്രകാരമാണ് പറയുന്നത്, ഈ പാലും തേനും ഒഴുകുന്ന ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ ഇസ്രായേൽ മക്കളെ അവിടെ പ്രമാണിമാരെ തിരഞ്ഞെടുത്ത് അയച്ചു. അവർ ദേശം ഉറ്റുനോക്കി അത് എങ്ങനെയുള്ളത് എന്ന്, ദേശം എങ്ങനെയുണ്ട്, അവിടെ ആൾക്കാരെങ്ങനെയാണ്, അവരുടെ കൃഷി രീതികൾ എന്താണ്, ഫലഭൂഷ്ഠത എങ്ങനെയുണ്ട്, ജനങ്ങൾ എങ്ങനെയുണ്ട്, അവിടുത്തെ പട്ടണങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അതിന് മതിലുകളുണ്ടോ, അവിടെ രാജാക്കന്മാർ എങ്ങനെ ഇരിക്കുന്നു, അവർ ശക്തന്മാരാണോ, വലിയ വലിയ കോട്ടകൾ അവിടെ ഉണ്ടോ, തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റുനോക്കാനായിട്ട് ആ ദേശക്കാരറിയാതെ അവരുടെ എല്ലാവിധമായ ശക്തിയും അതുപോലെ തന്നെ അശക്തിയും ഫലഭൂഷ്ഠതയും എല്ലാം കേട്ട് റിപ്പോർട്ട് ചെയ്യുവാനായിട്ട് മോശ ആൾക്കാരെ അയച്ചു. ഓരോ ഗോത്രത്തിൽ നിന്നും പ്രത്യേകമായ ആൾക്കാരെ തിരഞ്ഞെടുത്തവരെ അയച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് 2 തരം റിപ്പോർട്ടുകളാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. 2 തരം റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഒന്ന്, അത് ഒരു കാര്യത്തിൽ സമ്മതമാണ്, അതായത് ആ ദേശം പാലും തേനും ഒഴുകുന്ന ദേശമാണ്, വളരെ സമൃദ്ധമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല, അത് നമുക്ക് അവകാശമാക്കാൻ പറ്റത്തില്ല. കാരണം അത്
വളരെ ആപൽക്കരമായ ആത്മഹത്യാപരമായ കാര്യമായിരിക്കും. അവർ നമ്മളെക്കാൾ വളരെ വളരെ ശക്തന്മാരും വളരെ വളരെ വലിയ നമ്മളെക്കാൾ ഏത് രീതിയിൽ നമുക്ക് അവരെ എതിരിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരെ തോൽപ്പിക്കാതെ നമുക്ക് അവിടെ ദേശം കൈയടക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തിരികെ പോകുന്നതായിരിക്കും നല്ലത്. അങ്ങോട്ട് പോയി അത് കീഴ്പ്പെടുത്താം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമല്ല. അന്ന് ഏറ്റവും കേൾവി കേട്ടിരുന്ന അനാക്യമല്ലന്മാരെ ഞങ്ങളവിടെ കണ്ടു. അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ ചെന്ന് നിന്നപ്പോൾ ഞങ്ങൾ വെറും അശുവായിട്ട് തോന്നി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഒന്നുമില്ലാത്തവരായിട്ട് തോന്നി. അവരോട് എതിരിടുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ തിരികെ പോകുന്നതാണ് നല്ലത് എന്നുള്ളതായിരുന്നു ഒരു റിപ്പോർട്ട്. അവിടുത്തെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരതിന് തെളിവായിട്ട് അത് മോശ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വിളവുകളിൽ നിന്ന് ചില കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് മോശ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരൊരു മുന്തിരിക്കൊല കൊണ്ടുവന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്തിരി അവർ ചോടെ പറിച്ച് കൊലയോടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ വലിയ തണ്ടിന്മേൽ കെട്ടി ആൾക്കാർ ചുമന്നാണ് ആ ഒരു മുന്തിരിക്കൊല കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ മുന്തിരിയുടെ വിളവിനെക്കുറിച്ച് കാണാൻ സാധിക്കും. അവിടുത്തെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് ഇപ്പോൾ പ്രകാരമായിരുന്നു. പറഞ്ഞതൊക്കെ ശരിയാണ്, വളരെ വലിയ കോട്ടകളാണ്, അത് കൊത്തളങ്ങളുണ്ട്, വലിയ ശക്തന്മാരായ രാജാക്കന്മാരവിടെ ഭരിക്കുന്നു, മാത്രമല്ല നല്ല സൈന്യബലം അവിടെ ഉണ്ട്, മല്ലന്മാരവിടെ ഉണ്ട്. പക്ഷേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവരെ നിശ്ചയമായിട്ട് നമുക്ക് കീഴടക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകണം എന്നുള്ളതായിരുന്നു. ആ രണ്ട് റിപ്പോർട്ടാണ് കേട്ടത്. എൻ്റെ വിശദീകരിച്ച് പറയുന്നില്ല. അതിൻ്റെ ചുരുക്കം ഇപ്രകാരമായിരുന്നു. ഈ മോശമായ റിപ്പോർട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ് നിങ്ങൾ കൈവശപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞ് അയച്ച ഇത്രയും നാളും നടത്തിയ ആ ദൈവത്തിൻ്റെ വാക്കിൽ അവർ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചതുകൊണ്ട് അത് ദൈവത്തിന് ഇഷ്ടമായി. അതുകൊണ്ട് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ വളരെ അതിനെക്കുറിച്ച് പറയുന്നത്, അത് കേട്ട് അവർക്ക് ഭയങ്കരമായ സങ്കടം ഉണ്ടായെന്നാണ് പറയുന്നത്. വളരെ സങ്കടമുണ്ടായി. അവർ വീടിൻ്റെ വാതിൽക്കൽ, അവരെ കൂടാരവാതിൽക്കൽ ഇരുന്ന് കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാ ചെയ്യും, ഇവിടെ വന്നിങ്ങനെ കൊല്ലാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു ആ സമൂഹം മുഴുവൻ ഒന്നടങ്കം അവർ അപ്രകാരം കരഞ്ഞു വിലപിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് നമ്മൾ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നത് യോദ്ധാക്കളായ ആൾക്കാരാണ് എണ്ണപ്പെട്ടിരിക്കുന്നവർ. അവരാണ് അതിൻ്റെ അകത്ത് മുഖ്യ പങ്ക് വഹിച്ചവർ എന്ന് വേണേൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്നുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, യുദ്ധമുണ്ടാകുമെന്നുള്ളത് വളരെ ശരിയാണ്. ഭയങ്കരമായ യുദ്ധങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും, പക്ഷേ നിങ്ങൾ ജയിക്കും. ഈ യുദ്ധവും പട്ടാളക്കാരെയൊക്കെ കാണുമ്പോൾ, സൈന്യത്തെ കാണുമ്പോൾ നമ്മുടെ ജനം പേടിച്ച് പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർ കുറച്ച് നാളും കൂടെ ഈ മരുഭൂമിയിൽ നടക്കണം. എത്ര നാളാണ് നടക്കേണ്ടത്? ഈ ഒറ്റുകാർ പോയി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് 40 ദിവസം എടുത്തു. 40 ദിവസം, ഒരു ദിവസത്തിന് 1 വർഷം വെച്ച് 40 സംവത്സരം എന്ത് ചെയ്യണം, മരുഭൂമിയിൽ നിങ്ങൾ സഞ്ചരിക്കണം. അതാണ് അതിൻ്റെ അനന്തരഫലം. പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. അന്ന് എണ്ണപ്പെട്ട 600,000 പേര് എണ്ണപ്പെട്ടവരിൽ യോശുവയും കാലേബും അല്ലാതെ ഒറ്റ മനുഷ്യനും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചില്ല. അവരന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ അവർക്ക് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വരും, അവരെ അടിമകളാക്കും എന്ന് പറഞ്ഞ ആ കുഞ്ഞുങ്ങൾ അവിടെ അവർ അവകാശമാക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ അനന്തരഫലം. 40 വർഷം കഴിയുമ്പോൾ അവരവിടെ ആ തലമുറ 600,000 ജനം മുഴുവനും നശിച്ചുപോവുകയും പുത്തൻ തലമുറ കനാൻ നാട്ടിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന് ചരിത്രം. അപ്പോൾ 40 എന്ന് പറയുമ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. നമ്മൾ അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമേ ഉള്ളൂ. അവിടെ ഉറച്ചു നിന്ന 2 പേരുണ്ടായിരുന്നു. അവിടെ പോയവരിൽ 2 മനുഷ്യർ വ്യത്യസ്തരായിരുന്നു. അത് യോശുവയും കാലേബും ആയിരുന്നു. ബാക്കി കൂടെ പോയിരുന്ന എല്ലാ ആൾക്കാരും എതിരെ ഉള്ള നെഗറ്റീവായിട്ടുള്ള മറുപടി പറഞ്ഞപ്പോൾ യോശുവയും കാലേബും മാത്രം പറഞ്ഞു, ഇല്ല, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദേശം നമുക്ക് കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. 40 വർഷം കഴിഞ്ഞപ്പോൾ ഈ യോശുവയും ഈ കാലേബും എന്ത് ചെയ്തു? കനാൻ നാട്ടിൽ പ്രവേശിച്ചു എന്നാണ് ചരിത്രം. വേറെ ആരും എന്ത് ചെയ്തില്ല,
ആ അന്ന് എണ്ണപ്പെട്ടവരിൽ അവിടെ പ്രവേശിച്ചില്ല. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളിതുപോലെയുള്ള ഈ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ എല്ലാ പെരുന്നാളുകളും എല്ലാ കൂടിവരവുകളും, പ്രത്യേകിച്ച് ജൂബിലി എന്ന് പറയുന്നത് 7-ാം ദിവസം 7 സംവത്സരം, അങ്ങനെ 49 സംവത്സരം, പിന്നീട് വരുന്ന ഒരു വർഷം. അതാണ് എല്ലാം ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ശബത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു പൂർത്തീകരണമാണ് ഈ ജൂബിലി എന്ന് പറയുന്നത്. നമ്മൾ 50 വർഷം കണക്കാക്കുവാണെങ്കിൽ പിന്നെയും ഉണ്ട് എങ്കിൽ പോലും ജൂബിലി എന്നുള്ള പദവുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് എന്ന് പറയുന്നത് അതൊരു പൂർത്തീകരണമാണ്. പൂർത്തീകരണം എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണ്. ഒന്നേന്ന് തുടങ്ങുന്നത് ദൈവം വാഗ്ദത്തം ചെയ്ത, ഇവിടെ 40 ദിവസമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ അത് കുറേ കൂടെ മറ്റനേക കാര്യങ്ങൾ 40-നെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇവിടെ ഈ യോശുവയും കാലേബിനെയും മോശയും ഇസ്രായേൽ മക്കളെയും കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ 40 വർഷം കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ പുതിയൊരു നാട്ടിൽ എത്തി. ദൈവം വാഗ്ദത്തം ചെയ്ത നാട്ടിലെത്തി. അതിനവരെ പ്രാപ്തിപ്പെടുത്തിയത് ഈ യോശുവയ്ക്കും കാലേബിനും പ്രാപ്തി ഉണ്ടായത് എങ്ങനെയാണ്? ദൈവവുമായിട്ടുള്ള അവരുടെ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. ദൈവത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളത് കീഴ്പ്പെടുത്തണം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സർവ്വവിധമായ മല്ലന്മാരെയും കീഴ്പ്പെടുത്തും എന്ന് അവർ പറഞ്ഞ് മുമ്പോട്ട് പോയി. അത് മാനിച്ച ഒരു ദൈവം, അവരുടെ വാക്കിനെ മാനിച്ച ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളവിടെ പ്രവേശിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാൻ എപ്പോഴും തയ്യാറായി നിന്ന ആ 2 പേർ, അവരോടുകൂടെ വലിയൊരു അനുഗ്രഹം ഇസ്രായേൽ സഭയ്ക്കെല്ലാം ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കും. കാലേബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാലേബ് വീണ്ടും 80 വയസ്സായ കാലേബ് വീണ്ടും എന്ത് ചെയ്യുന്നു? യുദ്ധത്തിനായിട്ട് പോകുന്നതൊക്കെ കാണുവാൻ സാധിക്കും. എനിക്കിപ്പോഴും അന്ന് പുറപ്പെട്ട 40 വർഷം മുമ്പുള്ള ആ വീര്യം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ പോയി ആ മല കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് യുദ്ധത്തിന് പോകുന്ന കാലേബിനെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു, ദൈവത്തിൽ ശരണപ്പെട്ടിരുന്നു. ദൈവമാണ് എന്നെ ശക്തീകരിക്കുന്നതെന്ന് കാലേബ് വിശ്വസിച്ചു. അത് അവൻ്റെ സന്തതി പരമ്പരകൾക്ക് അനുഗ്രഹമായി തീർന്നു. യോശുവ അത് വിശ്വസിച്ചു. അതുകൊണ്ട് യോശുവ അടുത്ത നായകനായി ഇസ്രായേലിലെ ആ വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചു. റൂബി ജൂബിലി കൊണ്ടാടുന്ന ബെക്കർഡേയിൽ ഇടവക അംഗങ്ങളെ, നമുക്ക് ഈ ലോകത്തിൽ അനേകമായ കാര്യങ്ങളുണ്ട്, അനേക അഭിപ്രായങ്ങൾ, അനേക വിശ്വാസങ്ങൾ, അനേക ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ, അതിൻ്റെ എല്ലാം പുറകെ ആളുകൾ പോകുമ്പോൾ യോശുവയും കാലേബിനെയും പോലെ ഉറച്ചു നിൽപ്പാൻ നമുക്ക് സാധിക്കുമോ? യോശുവയും കാലേബിനെയും പോലെ ഉറച്ചു നിന്ന് ആ വളരെ വലിയ ആ സമൂഹത്തിന് ഈ ദൈവത്തെ, ശക്തനായ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ അവർ പ്രവേശിക്കും വാഗ്ദത്ത നാട്ടിൽ, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ എത്തിച്ചേരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ പറയുമ്പോൾ വാഗ്ദത്ത ദേശം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് നമുക്ക് ഒരുക്കുന്ന ആ ദൈവരാജ്യമാണ് എന്ന് മറന്നു പോകരുത്. മരണാനന്തരമുള്ള നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന നല്ല ജീവിതമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിന് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ നമുക്ക് അഭിമുഖീകരിക്കാൻ വരുന്ന എല്ലാ സംഗതികളെയും അതിനെ അതിജീവിപ്പാൻ, ലോകപ്രകാരം നമുക്കതിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ ശക്തിയിൽ വെച്ച് മറ്റുള്ളവരുടെ ശക്തി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒന്നുമേ ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും പരാജയപ്പെടും. പക്ഷേ ഇവിടെ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഈ ഉറ്റുനോക്കാൻ പോയ കൂട്ടത്തിലുള്ള 2 പേര് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞതുപോലെ നമുക്കും മറ്റ് ആൾക്കാർ ചേർന്നുള്ള അഭിപ്രായമല്ല, ദൈവത്തോട് ചേർന്ന് പോകാനായിട്ട് നമുക്കിടയായി തീരണം. ഈ ജൂബിലി വർഷത്തിൽ, ജൂബിലി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അത് ഒരു പുതിയ തുടക്കമാണ്, ഒരു പൂർത്തീകരണമാണ്, പുതിയൊരു തുടക്കമാണ്. ഒരു കണക്കിന് അതിൻ്റെ തിരിച്ചുപോക്കാണ്. തിരിച്ചുപോക്കെന്ന് പറയുന്നത് ആ ഒറിജിനൽ അവസ്ഥയിലെ, അല്ലെങ്കിൽ എന്തായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിലേക്കുള്ള തിരിച്ചുപോക്കാണ്. നമുക്കതിൻ്റെ മൊത്തം ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ഭൂമി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അതെല്ലാം ആദ്യത്തെ ഒരു സ്റ്റേജിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നൊരു രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തുടങ്ങിയ ഒന്നുപോലെ തന്നെ വീണ്ടും അവർക്ക് അവിടെ തുടങ്ങാൻ സാധിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത ഇത് വിശുദ്ധമായിരിക്കണം എന്നുള്ളതാണ്. ജൂബിലി വർഷം എന്തായിരിക്കണം? വിശുദ്ധമായിരിക്കണം, വിശുദ്ധമായിട്ട് ആചരിക്കണം. എന്ന് പറഞ്ഞാൽ ജൂബിലി സംവത്സരത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢപ്പെടുത്താനായിട്ട് ഉണ്ട്. നമ്മൾ അടുത്ത 10 വർഷത്തിൽ എന്ത് ചെയ്യാണ്? അടുത്ത ജൂബിലിയിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ജൂബിലി എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്കുള്ള അവൻ്റെ നടപ്പാണ്. ക്രിസ്തു യേശുവിൽ ആശ്രയിച്ചുകൊണ്ട്
ദൈവപുത്രനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു മുമ്പോട്ട് യാത്രയാണ്. ഇന്ന് നമ്മൾ ലേഖനം വായിച്ചപ്പോൾ അവിടെ നമ്മളത് കണ്ടു. എല്ലാ ദുഷ്ടതയും ചതിവും എല്ലാം വീട്ടിട്ട് എന്ത് ചെയ്യുന്ന പോകുന്നൊരു പോക്കാണ്. അതെല്ലാം ലോകത്തിൻ്റെ പിടുത്തമാണ്. അതിനെല്ലാം വകഞ്ഞ് പുറകോട്ട് മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് ദൈവകൽപ്പനയിൽ ആശ്രയിച്ചിട്ട് മുമ്പോട്ടുള്ള പോക്ക്. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിപ്പാനുള്ള യാത്രയാണ് അത്. അതിന് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതമാണ്, ദൈനംദിന ജീവിതമാണ് എന്ന് നമ്മൾ മറന്നു പോകണം. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നമ്മുടെ പുത്തൻ തലമുറയിലേക്ക് കൈമാറിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നുവെങ്കിൽ അത് നമ്മൾ വളരെ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ ഒരു ശുശ്രൂഷയിൽ, സ്ത്രീകളുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ പേരൻസിനോട് ചോദ്യം ചോദിച്ചു. കുട്ടികളോട് ചോദ്യത്തിൻ്റെ ശേഷം പേരൻസിനോട് ചോദിച്ചു, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഒരു 50-60 ചില്ലാനം ആൾക്കാർ പള്ളിക്കുള്ളിലുണ്ടായിരുന്നു. ബാക്കി 100ഓളം അധികം ആൾക്കാർ പുറത്തുമുണ്ട്. ഒറ്റ ഒരാളാണ് കൈവക്കി. രാവിലെ വൈകുന്നേരം പ്രാർത്ഥന ഉള്ളത് ഒറ്റ ഒരാൾ. കുട്ടികൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8ഓളം കുട്ടികളുണ്ടാകും. ഒറ്റ കുട്ടികളും എന്ത് ചെയ്യുന്നില്ല, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നു. ഒറ്റ കുട്ടികളും പ്രാർത്ഥിക്കുന്നു. 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയിരിക്കും നമ്മുടെ സഭ? അവർക്ക് എങ്ങനെയിരിക്കും നമ്മുടെ സഭ? ചിന്തിക്കണം. അപകടമാണ്, വളരെ വലിയ അപകടമാണ്. നമ്മുടെ മക്കൾക്ക് വഴികാട്ടി ആയിരിക്കണം നമ്മൾ തന്നെയാണ്. അവരെ പ്രാർത്ഥനയ്ക്ക് രാവിലെ ഈ ആത്മീയതയുടെ ദൈവമായുള്ള ബന്ധത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത്, അതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കുടുംബത്തിൽ അത് ആരംഭിക്കണം. കുടുംബത്തിൽ ആരംഭിക്കുന്നത് നിലനിർത്തുന്നത് അവിടെയാണ്, പരിപോഷിക്കപ്പെടുന്നത് അവിടെയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും നമ്മുടെ മക്കളോട് അവരോട് പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റത്തില്ല. നമ്മളത് ഒരു വിഷയം ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവർക്കൊരു വിഷയം വരുമ്പോൾ അവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറയത്തില്ല. നമ്മളവരെ പല സ്ഥലങ്ങളിലും പറഞ്ഞു വിടും. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് അവിടെ നമ്മുടെ കുടുംബത്തിലെ പുരോഹിതൻ എന്ന് മറന്നു പോകാൻ. നമ്മുടെ കുടുംബക്കാരെ, വീട്ടുകാരെ, പ്രിയപ്പെട്ടവരെല്ലാം ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട ഒന്നാമത്തെ ചുമതല കുടുംബത്തിലെ കുടുംബനാഥനാണ്, അപ്പനാണ്. അപ്പൻ കഴിഞ്ഞാൽ മൂത്ത മകനാണ്, പിന്നീട് വാക്കുകൾക്ക് വരുന്നു. അപ്പൻ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഴയ വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാ വിശ്വാസികളും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ വെളിച്ചം അല്പമെങ്കിലും ഉള്ളിലുള്ള മനുഷ്യൻ, അവൻ അതിന് ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരുപക്ഷെ നമ്മുടെ മക്കളെ വിളിച്ചിരുത്തി നമുക്ക് അവരെ വേദപഠനം പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം നമുക്ക് സാധിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മക്കളെ പ്രാർത്ഥിക്കുക. വൈകുന്നേരം എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുക. സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ ഉള്ള സാഹചര്യം നിങ്ങൾ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ ആദ്യം കാണുന്നൊരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അനുഗ്രഹം അവിടെ വരും എന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വേദവസ്തം വായിക്കുന്നത്, കാണുന്ന ഒരു ദൈവം ഉണ്ട്. നമ്മളെ കാണുന്ന നമ്മുടെ തലമുറയുണ്ട്. വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. നമ്മളെക്കുറിച്ചൊക്കെ നമ്മുടെ മക്കളുടെ സാക്ഷ്യം എന്തായിരിക്കും? ചിന്തിക്കണം. ജൂബിലി വർഷത്തിൽ 40 വർഷം കഴിഞ്ഞു. 40 വർഷം കഴിയുമ്പോൾ നമ്മുടെ തലമുറ നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുമോ? അവരോട് നമ്മൾ ഈ ആലയത്തോട് കാണിച്ച താല്പര്യം നമ്മുടെ മക്കൾക്ക് കാണുമോ? ചിന്തിക്കണം. കാരണം ഇസ്രായേൽ മക്കളോട് കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നാമത് പറയുന്ന കാര്യമുണ്ട്, ഞാനാണ് ദൈവം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. മിസ്രയീമിൻ്റെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച് ഈ കനാൻ ദേശത്ത് കൊണ്ടുവന്നത് ഞാനാണ് നിങ്ങളുടെ ദൈവം, വേറെ ഒരുവനുമല്ല. മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും പറയുന്നതും. നമ്മുടെ CSIക്കാർ, നമ്മുടെ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ അതുപോലെ മിഷണറിമാരുടെ പ്രവർത്തനം മൂലം വിശ്വാസത്തിലേക്ക് വന്ന നമ്മൾ
അവർ ചൂണ്ടിക്കാണിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. അത് നമ്മുടെ കടമയാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അവരാണ് നമുക്ക് ആദ്യം ഈ വെളിച്ചം തന്നത് കൊണ്ടുവന്നത്. ദൈവം അയച്ചാണ് നമ്മുടെ ഇടയിൽ അവർ ദൈവത്തിൻ്റെ സമയത്താണ്. വേറെ ഒരുത്തനും വന്നില്ല. അത് നമ്മൾ ഓർത്തോളൂ. അത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വചനം അവർക്ക് വായിച്ചവരെ കേൾപ്പിക്കും. കഴിഞ്ഞ ദിവസം ഒരു കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളെ ജനം എന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. 1.5 നൂറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ ഏകദേശം 2 നൂറ്റാണ്ട് മുമ്പ് എന്ന് പറയാം. 1.25 എന്ന് പറയുന്നത് വളരെ കറക്റ്റ്. നമ്മുടെ പൂർവ്വ അമ്മൂമ്മമാർ അവർക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നു. വേറെ കേരളത്തിൽ ഏത് സമൂഹത്തിലുണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കുക. 150 വർഷം കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ അഭിവൃദ്ധിയുള്ള അല്ലെങ്കിൽ ഒന്നാം നിലയിൽ നിൽക്കുന്ന പറയുന്ന ആൾക്കാരുടെയും ജീവിതം എന്ന് പറയുന്നത് വളരെ പരിങ്ങലിലായിരുന്നു. സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലായിരുന്ന 200 വർഷം മുമ്പ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ചരിത്രം ഓർക്കണം. അതെല്ലാം മറ്റാൾക്കാരുടെ പാട്ടഭൂമി അതുപോലുള്ള കാര്യങ്ങളായിരുന്നു. സ്വന്തമായിട്ട് അവർക്ക് ഭൂമിയിലായിരുന്നു. കേരള ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ഭൂമിയുണ്ടോ? നമുക്കിന്ന് എഴുത്തുണ്ട്, വായനയുണ്ട്. ഏത് ഒരു ആൾക്കാർക്ക് അതുണ്ട്. വിദ്യാഭ്യാസമാണ്, അറിവാണ്. എന്തിനുള്ള അറിവ്? ഈ വായന കൊണ്ട് അവരിത് വായിക്കണമായിരുന്നു. ഇത് വായിച്ച് എന്ത് ചെയ്യണം? ഇത് വായിച്ച് അവർ പ്രബലപ്പെടണം. ഇന്നും അനേക അക്രൈസ്തവരായ ആൾക്കാർ അവർ പറഞ്ഞിട്ടുള്ളത് സാക്ഷ്യം പ്രകാരമാണ്. അവർ പലപ്പോഴും വായിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന പുസ്തകം വിശുദ്ധ വേദപുസ്തകമാണ്. കാരണം അന്ന് പ്രിൻ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള കിട്ടുന്ന പുസ്തകം പറഞ്ഞാൽ ഒരു പുസ്തകമേ ഉള്ളൂ. ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർ പറയാം. അവർ ഇംഗ്ലീഷ് വായിക്കാൻ പഠിച്ച് ഇംഗ്ലീഷ് വേദപുസ്തകം എടുത്താണ് പഠിച്ചത്. മലയാളം അവർ തെറ്റുകൂടാതെ വായിക്കുന്നത് മലയാളം ബൈബിളാണ് അവർ വായിച്ചത്. ഇന്ന് അനേക ആൾക്കാരുടെ ഇത് വായിച്ച് എന്നിട്ട് ശരിയായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇതുണ്ട്. ഇതിനകത്ത് നല്ല പദപ്രയോഗങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അതാണ് ശരിയായിട്ടുള്ള ഇത് കിട്ടാൻ വേണ്ടി അവർ വായിക്കുന്നത്. മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും. മലയാളം ബൈബിൾ പ്രിൻ്റ് ചെയ്ത് അന്ന് തൊട്ടുള്ള പുസ്തകമാണ്, വേർഷനാണ് ഇത്. ഇപ്പോൾ അടുത്ത കാലത്താണ് വേറെ പുതിയ വേർഷൻ വന്നത് അല്ലേ. അത്രയും നാൾ കാലാതീതമായിട്ട് ഇത് അതിജീവിച്ചു ഈ ട്രാൻസ്ലേഷൻ. നമ്മളിത് എങ്ങനെ വായിക്കും? ചിന്തിക്കുക. തിരിഞ്ഞു പോവുക. ജൂബിലി എന്ന് പറയുന്നത് പഴയ അവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. പഴയ അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതിലേക്ക് തിരികെ പോകുക എന്നുള്ളതാണ്. വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നടക്കുക എന്നുള്ളതാണ്. ജൂബിലി ആഘോഷങ്ങൾ കൊണ്ട്, പെരുന്നാളുകൾ കൊണ്ട്, അതുപോലെ തന്നെ ഞായറാഴ്ച ആരാധനകൾ കൊണ്ട്, കൂട്ടായ്മകൾ കൊണ്ട്, കൺവെൻഷൻ യോഗങ്ങൾ കൊണ്ട്, ഈവൻ നമ്മൾ സംഘടനാ മീറ്റിങ്ങുകൾ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യമിടുന്നത് ദൈവപക്ഷം ചേർത്ത് ജനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. വിശ്വാസ കൈമാറ്റം തലമുറകളിലൂടെ സഭ വളർന്നുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് എല്ലാവരെയും ദൈവപക്ഷം ചേർത്ത് നടത്തുവാൻ നമുക്ക് സാധിക്കും. ജൂബിലി വർഷത്തിൽ നമ്മൾ അത് ഒന്ന് ഓർക്കുക. അതൊരു വിശുദ്ധ വർഷമാണ് ജൂബിലി വർഷം എന്ന് പറയും. എല്ലാവരും ദൈവപക്ഷം ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവരെയും കൂടെ ദൈവപക്ഷം ചേർത്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മൾ സഭയായിട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെയാണ് ആ സാക്ഷ്യം നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് 40 വർഷം പിന്നിടുന്ന ഈ സഭ നമ്മൾ ഇതുവരെ നടത്തിയ ദൈവത്തെ ഓർക്കാനും ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും വ്യതിചലനങ്ങൾ ഉണ്ടായെങ്കിൽ, വ്യതിചലനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഒരുപക്ഷെ അങ്ങനെ വലിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യുന്ന ആൾക്കാരല്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും അടിസ്ഥാനമാകേണ്ട മാർഗനിർദ്ദേശം അല്ലെങ്കിൽ മാർഗദീപമായിരിക്കേണ്ട ഈ പുസ്തകവുമായി, ഈ വചനവുമായി, ഈ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരം ഇരിക്കുന്നു എന്ന് ചിന്തിച്ചു. അതിന് എന്തുമാത്രം സമയം നമ്മൾ എടുക്കുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. അത് നമ്മൾ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പുനഃസ്ഥാപിക്കുക. കുറഞ്ഞു പോയിട്ടുള്ള വീട്ടു പ്രാർത്ഥനകൾ, കുറഞ്ഞു പോയിട്ടുള്ള കുടുംബ പ്രാർത്ഥനകൾ, കുറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ വേദപുസ്തക വായനകൾ, കുറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആവശ്യം വരുമ്പോൾ മാത്രമല്ല, ആവശ്യം അങ്ങനെ പ്രത്യേക ആവശ്യമില്ലെങ്കിലും ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ നന്മകളെ നമ്മൾ ഓർക്കുക. അത് നന്മകൾ അല്ലാതെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അത് ദൈവസേനയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മൾ വായിച്ചില്ല, 1-ാം പാഠം വായിച്ചപ്പോൾ പറഞ്ഞു, ശലോമോൻ രാജാവ് ആലയം പ്രതിഷ്ഠിച്ച് വേർതിരിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. യാതൊരുവൻ ഇത് ദൈവത്തിൻ്റെ ആലയം എന്ന് വിശ്വസിച്ച് ഈ ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമേ നീ ഇത് കേൾക്കണം.
ഇത് ഈ ആലയം ഇന്നേക്ക് 40 വർഷങ്ങൾക്ക് മുമ്പ് ദൈവ ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിങ്ങൾ വരുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞിട്ടുണ്ട്, സലോമോനോട് വീണ്ടും സ്വപ്നത്തിൽ ദൈവം അരുളപ്പാട് പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന പോലെ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും ഇവിടെ ഇരിക്കും. ഞാൻ കാണും, ഇവിടെ വരുന്നവനെ ഞാൻ കാണും, അവൻ്റെ അപേക്ഷ ഞാൻ കേൾക്കും. ആരെങ്കിലും ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് വരുന്നുണ്ടോ? ഓരോ ഞായറാഴ്ച നമ്മൾ എങ്ങനെയാണ് വരുന്നത്? ദൈവാലയത്തിലേക്ക് പോകാൻ നമുക്ക് ഒരു പ്രാർത്ഥന ഒരുക്കം ആവശ്യമാണ്. വെള്ളിയാഴ്ചയെ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞായറാഴ്ച ആരാധിക്കുമ്പോൾ പ്രാർത്ഥിച്ച് വരിക, പ്രാർത്ഥിച്ച് നമ്മൾ വരിക, ഒരുക്കത്തോടെ വരിക. ഇവിടെ വരുമ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. 8 മണിക്ക് ആരാധനയാണെങ്കിൽ ഒരു 7:45 വരിക. വന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഇവിടെ പറയുക ദൈവത്തോട്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കേണ്ട, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അല്ല, അതാതിടങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക, ദൈവം എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ഭാര്യയുടെ ആവശ്യം ഇതാണ്, എൻ്റെ ഭർത്താവിൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ മക്കളുടെ ആവശ്യം ഇതാണ്, എൻ്റെ മാതാപിതാക്കളുടെ ആവശ്യം ഇതാണ്. ഞാൻ ഇന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്, ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു, നിനക്ക് അതൊരു വഴി കാണിക്കാൻ സാധിക്കും, അത് ഞാൻ വിശ്വസിക്കുന്നു. ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുക. ജൂബിലി എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ്. നമ്മിൽ കുറഞ്ഞു പോയ ദൈവാശ്രയം വീണ്ടും നമ്മൾ പുനഃസ്ഥാപിക്കുക. അതാണ് ജൂബിലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. റൂബി ജൂബിലി നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ ഒരു തീരുമാനത്തോടെ നമ്മൾ കടന്നു പോകാം. ദൈവമേ, നീ തന്ന മാത്രമേ എനിക്കുള്ളൂ. തീർച്ചയായും ഞാൻ സമ്മതിക്കും. അങ്ങേക്ക് നന്ദി പറയും. ഇവിടെ വന്ന് ആലയത്തിൽ വരുമ്പോൾ പറയുക, ദൈവമേ നന്ദി. നമ്മുടെയൊക്കെയും കാരണന്മാർ അവർ ദേവാലയത്തിൽ പോകുന്ന ചിത്രം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കാണുമായി. എന്തോ ഒരു അഴകാണ് അല്ലേ? തലേ ദിവസമേ അവർ അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഉള്ള വസ്ത്രങ്ങളൊക്കെ നല്ലപോലെ അലക്കി തേച്ച് വളരെ ഭയഭക്തിയോടെ അവർ ഒരുമായിരുന്നു ആലയം. നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രായമുള്ളവർക്കറിയാം. ഒരുപക്ഷെ അവർക്ക് നമ്മളത്രയും വിദ്യാഭ്യാസം ഇല്ലായിരുന്നായിരിക്കാം. പക്ഷെ ഒരു കാര്യം അവർക്കറിയാമായിരുന്നു, ഞായറാഴ്ച ദിവസം ദേവാലയത്തിൽ പോകണമെന്ന് അവർക്കറിയാമായിരുന്നു. ദേവാലയത്തിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. വിശ്വാസ പ്രമാണം അവർ വളരെ ആത്മാർത്ഥമായിട്ട് അവർ ചൊല്ലിയിരുന്നു. ബുദ്ധിമുട്ട് ഭാരങ്ങൾ വരുമ്പോൾ, പേടി പ്രയാസങ്ങൾ വരുമ്പോൾ അവരത് ചൊല്ലിയിരുന്നു. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചിരുന്നു. നമ്മൾ അതിൻ്റെ അനുഗ്രഹമാണ് വരുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെയാണ് അനുഗ്രഹം. അത് പ്രമാണിക്കാത്തവർക്ക് 3ാമത്തെയും 4ാമത്തെയും തലമുറ വരെ എന്ത് ചെയ്യും? അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസം ഉണ്ടാകുന്നത് അല്ലേ? അപ്പോൾ ഏതാ നല്ലത്? തീർച്ചയായിട്ടും അനുഗ്രഹമാണ്. 1000 തലമുറ വരെ അനുഗ്രഹം കിട്ടുമെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്? തീർച്ചയായിട്ടും ഈ റൂബി ജൂബിലി വർഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാം. എന്താണോ നമ്മിൽ കുറഞ്ഞു പോയത് അതെന്ത് ചെയ്യുക? അത് പുനഃസ്ഥാപിക്കാനായിട്ട്. എന്താണോ നമ്മളില്ലാതെ പോയത് അത് വീണ്ടും ഒന്നുകൂടെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഉത്സാഹിക്കാം. കണ്ണുള്ളപ്പം മാത്രമേ കണ്ണിൻ്റെ കാഴ്ച അറിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നടക്കാൻ പറ്റുന്ന സമയത്ത് ഉത്സാഹത്തോടെ പള്ളിയിലേക്ക് വരിക, ദേവാലയത്തിൽ വരിക. പാടാൻ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യുക? നമ്മൾ പാടുക. കയറുകാർ, പണക്കാർ, നമ്മൾ പാടണം. പാടുന്ന ഒരു കോൺഗ്രിഗേഷൻ ആയിരിക്കണം നമ്മൾ. പാട്ട് കേൾക്കുന്നവരല്ല, പാടുന്നവരാണ് നമുക്ക് ആവശ്യം. പാടുന്നവരെയാണ് നമുക്ക് ആവശ്യം. കായികസംഘം തീർച്ചയായിട്ടും പാടണം. അവർ നേതൃത്വം കൊടുത്തിരുന്നു, അതും വചനത്തിന് അടിസ്ഥാനം ഉണ്ട്. അവർ പാടുമ്പോൾ അവരോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. കുറഞ്ഞ പക്ഷം ഒന്ന് മൂളാനെങ്കിലും നമുക്ക് സാധിക്കണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. കുറഞ്ഞ പക്ഷം ആ ട്യൂണിനടുത്തൊന്ന് മൂളാനെങ്കിലും നമുക്ക് പറ്റണം. ഒരു അപേക്ഷ പറയുമ്പോൾ ഒരു ആമേനെങ്കിലും നമുക്ക് ഒച്ചയ്ക്ക് പറയാൻ സാധിക്കും. എവിടെ നമ്മുടെ ശബ്ദങ്ങൾ? പ്രാർത്ഥന കഴിയുന്ന പോലും നമ്മൾ അറിയുന്നില്ല. അതായത് അതിവിടെ നമ്മൾ വരുന്നിരിക്കുന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വേറെ എങ്ങനെയൊക്കെ പോയി. അതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷെ അതല്ല, നമ്മൾ പൂർണ്ണമായും ഇവിടെ ഇരിക്കണമെന്ന് ഓരോ ആരാധനയും പറയുന്നു. അതിൽ ഒരു വലിയൊരു വീഴ്ചയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുക, അതെല്ലാം വലിയ വീഴ്ചയാണ്. സാത്താൻ്റെ വലിയ തന്ത്രങ്ങളാണ് അതെല്ലാം. പറയാ, ദൈവമേ അങ്ങോട്ട് ഏകാഗ്രമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, സഹായിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കും. ദൈവത്തോട് പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അത് കേൾക്കും. മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ദൈവം മോശയോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അത്രയും ഹൃദ്യമായിട്ട് സംസാരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്, വിശുദ്ധനായ ദൈവം.
അതുകൊണ്ട് അതിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ദൈവം സഹായിക്കട്ടെ. ജൂബിലി വർഷം ഒരു വിശുദ്ധ വർഷമാണ്. വിശുദ്ധനായ ദൈവത്തിലേക്ക് നടന്നെടുക്കാൻ നാം സ്വയം ക്രമീകരണം ചെയ്യേണ്ട ഒരു വർഷം. അതുകൊണ്ട് നമുക്ക് ഇന്നു മുതൽ ഒരു തുടക്കം കുറിച്ചുകൊണ്ട്, ദൈവമുള്ളൊരു ബന്ധത്തിൽ പുതിയൊരു തുടക്കം കുറിച്ചുകൊണ്ട്, ദൈവമേ നീയല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ, നമ്മയും നമ്മുടെ തലമുറയെയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാൻ ദൈവം നമുക്കിടയാകട്ടെ. എല്ലാവിധമായ റൂബി ജൂബിലി മംഗള ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകും. അപ്പോൾ പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവത്തിന് പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനം ഓർത്തു കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.